പാകിസ്ഥാൻ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ കത്തിയെരിയുകയാണ്. ഇസ്ലാമാബാദിലെ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ 69 പേരാണ് കൊല്ലപ്പെട്ടത്. ചോരയിൽ കുളിച്ച ആരാധനാലയത്തിന്റെ ദൃശ്യങ്ങൾ ലോകത്തെ നടക്കുമ്പോൾ സ്വന്തം ജനതയ്ക്ക് പോലും സുരക്ഷയൊരുക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന്റെ ദയനീയ ചിത്രമാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇസ്ലാമാബാദിലെ കസറി ഖാദിജത്തുൽ ഖുബ്ര ഷിയ പള്ളിയിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. ഒരു ഷിയ പള്ളിയാണ്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനിടെ ഭീകരൻ പള്ളിക്കുള്ളിൽ വെച്ച് സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പള്ളിയുടെ മേൽക്കൂര അടക്കം തകർന്നു വീഴുമെന്ന് പറയുമ്പോൾ അതിന്റെ ആഘാതം മോഹിക്കാം. നിലവിൽ 69 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 169-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഇസ്ലാമാബാദിലെ ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുമുണ്ട്. പാകിസ്ഥാനിൽ സ്ഫോടനങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ നവംബറിൽ ഇസ്ലാമാബാദ് ജുഡീഷ്യൽ കോംപ്ലക്സിന് മുന്നിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന് തൊട്ടു പിന്നാലെ ബലൂചിസ്ഥാനിൽ നടന്ന വിമത ആക്രമണത്തിൽ 36 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. സാമ്പത്തികമായി തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ ക്രമസമാധാന നിലയിലും പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഒന്നിനു പുറകെ ഒന്നായി തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്ന ഈ സ്ഫോടനങ്ങൾ. ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാന്റെ നയങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് ഈ ആക്രമണങ്ങളെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വളർത്തിയ ഭീകരവാദികൾ ഇന്ന് പാകിസ്ഥാന്റെ തന്നെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഷഹബാസ് ഷെരീഫും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും സ്വന്തം മണ്ണിൽ തീവ്രവാദികൾ അഴിഞ്ഞാടുമ്പോൾ അത് തടയാൻ കഴിയാത്ത ഭരണകൂടത്തിന്റെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഷിയ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ തടയുന്നതിൽ പാക് സുരക്ഷാ ഏജൻസികൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം പ്രസ്താവനകൾക്കൊന്നും തന്നെ പാകിസ്ഥാനിൽ വിലയൊന്നുമില്ല എന്നതാണ് ചരിത്രം. സാമ്പത്തിക തകർച്ചയ്ക്കൊപ്പം ആഭ്യന്തര സുരക്ഷയും തകർന്നതോടെ പാകിസ്ഥാൻ വലിയൊരു അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തം. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.